ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു പോസ്റ്റായിരുന്നു. കെട്ടിച്ചിട്ട വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വേലക്കാരിയുടെ റോളാണ് വന്ന്. നിങ്ങളുടെ അനുഭവം പറയൂ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിന് വന്ന പല ആൻസേഴ്സും ഇങ്ങനെയായിരുന്നു: സ്വന്തം വീട്ടിലെ രാജകുമാരി, കെട്ടിച്ച വീട്ടിലെ വേലക്കാരി. ഭൂരിഭാഗം പേരും പറയുന്നത് അതാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ളതുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, പലരുടെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അടുക്കൽ സ്വന്തം ആവശ്യങ്ങൾ പോലും അറിയാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരാണ് പലരും. മികച്ച അവസരങ്ങൾ കൺമുന്നിൽ വന്നിട്ട് മറ്റുള്ളവരെ പേടിച്ച് മാറി നിൽക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം, എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കമൻറ്റിൽ ഈസ് എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ. ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു പോസ്റ്റായിരുന്നു. കെട്ടിച്ചിട്ട വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വേലക്കാരിയുടെ റോളാണ് വന്ന്. നിങ്ങളുടെ അനുഭവം പറയൂ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിന് വന്ന പല ആൻസേഴ്സും ഇങ്ങനെയായിരുന്നു: സ്വന്തം വീട്ടിലെ രാജകുമാരി, കെട്ടിച്ച വീട്ടിലെ വേലക്കാരി. ഭൂരിഭാഗം പേരും പറയുന്നത് അതാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ളതുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, പലരുടെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അടുക്കൽ സ്വന്തം ആവശ്യങ്ങൾ പോലും അറിയാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരാണ് പലരും. മികച്ച അവസരങ്ങൾ കൺമുന്നിൽ വന്നിട്ട് മറ്റുള്ളവരെ പേടിച്ച് മാറി നിൽക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം, എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കമൻറ്റിൽ ഈസ് എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ.